ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട RBI ഗൈഡ് ലൈൻസിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറേയധികം മാറ്റങ്ങൾ ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. കുറച്ചധികം മാറ്റങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് വരുന്നത്. സോ അതിനൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള RBI ഗൈഡ് ലൈൻസിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു റിപ്പോർട്ടിംഗ് ഫ്രീക്വൻസിയിലാണ്. മുൻപൊക്കെ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത് മാസങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു. ഒരു മാസം 2 മാസമൊക്കെ എടുത്തായിരുന്നു നമ്മളൊരു പുതിയ ലോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മളുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല. ഇപ്പോൾ നിലവിൽ RBI ഗൈഡ് ലൈൻ അനുസരിച്ച് ഓരോ 15 ദിവസം കൂടുമ്പോഴും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് മുൻപത്തേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മളുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നുണ്ട്. എന്തെങ്കിലും ഡ്യൂ വന്നാലും അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു പുതിയ ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ ക്ലോസ് ചെയ്താലും ഒരു എൻക്വയറി നടത്തിയാലും അതൊക്കെ മുൻപത്തേക്കാൾ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതിൽ വീണ്ടും ഒരു മാറ്റം വരികയാണ്. കൂടുതൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകും. ആഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് RBI ഗൈഡ് ലൈൻ. സോ ഫണ്ടൊക്കെ റോൾ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നതിന് മുമ്പായിട്ട് റീപേ ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഇനി മുതൽ നടക്കില്ല. ഓൾറെഡി ഇപ്പോൾ അത് നടക്കുന്നില്ല, വർക്കൗട്ട് ആകുന്നില്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ മാസത്തിൽ 2 തവണ നമ്മുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആകുന്നുണ്ട്. ആഴ്ചയിൽ ഒന്നെന്ന രീതിയിലായി കഴിഞ്ഞാൽ അത് ഒട്ടും നടക്കില്ല. എല്ലാ ആഴ്ചയും നമ്മുടെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആകുന്നതുകൊണ്ട് ബില്ല് വരുന്ന മുമ്പൊക്കെ അടച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനുള്ളിൽ നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. ഇൻക്രിമെൻ്റൽ അപ്ഡേറ്റ് ആണ് എല്ലാ ആഴ്ചയും നടത്തേണ്ടത്. അതിൻ്റെ ഡേറ്റ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് 9-ാം തീയതി, 16-ാം തീയതി, 23-ാം തീയതി, അതുപോലെ തന്നെ മന്തിന് ഇങ്ങനെ 4 ഒരു മാസത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുൾ ഡാറ്റ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സോ ബൈ നൗ പേ ലേറ്റർ സർവീസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. അതിനകത്തേക്ക് ഡ്യൂ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെറിയൊരു എമൗണ്ട്, ഒരു 10 രൂപ 20 രൂപയൊക്കെ ആയിരിക്കും നമ്മൾ റീപേ ചെയ്യാനുള്ളത്. അത് ഡ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡ്യൂ മാർക്ക് ചെയ്യപ്പെടും. മുൻപൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഒരു മാസത്തെ ഒരു സാവകാശം ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മുടെ റിപ്പോർട്ടിൽ അത് അപ്ഡേറ്റ് ആകണമെന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ, എല്ലാ ആഴ്ച അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിൻ്റെ ഡ്യൂ വന്നാലും അത് ഫാസ്റ്റായിട്ട് നമ്മുടെ റിപ്പോർട്ടിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡ്യൂ മാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ കൂടുതൽ ശ്രദ്ധിക്കണം, ഡ്യൂ ഒന്നും വരാതെ നോക്കണം. പിന്നെ ഗൈഡ് ലൈനിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇനി മുതൽ നമ്മളുടെ ഇൻഫർമേഷൻസ് ധനകാര്യ സ്ഥാപനങ്ങൾ 4 ബ്യൂറോകളെയും റിപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്താൽ പോരാ. ഇന്ത്യയിൽ 4 ബ്യൂറോകളാണുള്ളത്: സിബിൽ, എക്സ്പീരിയൻ, ക്രിഫ്, അതുപോലെ നിക്യുഫാക്സ്. അപ്പോൾ 4 ബ്യൂറോകളെയും നമ്മളുടെ ഇൻഫർമേഷൻസ് ലെൻഡേഴ്സ് റിപ്പോർട്ട് ചെയ്യണം. സോ ഈ മാറ്റങ്ങളൊക്കെയാണ് ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓൾറെഡി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആകുന്നുണ്ട്. ഒരു ജൂലൈ മാസമൊക്കെ എത്തുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ഔട്ട് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ആഴ്ചയും റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതനുസരിച്ച് നമ്മളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻസ് അക്യൂറേറ്റ് ആയിട്ടിരിക്കും. നമ്മളൊരു ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആകും. ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് നമ്മളുടെ റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിരിക്കും. ഇങ്ങനെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ റീസെൻറ്റ് ബിഹേവിയർ അനുസരിച്ചായിരിക്കും നമുക്ക് ഒരു ലോൺ ഇല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മുൻപ് ഒരു മാസം ഒക്കെ എടുത്തായിരുന്നു അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസം മുൻപത്തെ നമ്മുടെ ഒരു ബിഹേവിയർ അനുസരിച്ചായിരുന്നു നമുക്ക് ലേറ്റസ്റ്റ് ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ആഴ്ചയിൽ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ബിഹേവിയർ അനുസരിച്ചായിരിക്കും നമുക്ക് ഒരു ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഡ്യൂ വന്നാലും അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയാലും അത് ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആകും. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ലെൻഡേഴ്സ് ആഴ്ചയിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് കൈമാറുന്നത് കൊണ്ട് തന്നെ ഡ്യൂ വന്നാലും ഡിഫോൾട്ട് ആയാലും അതും ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ള RBI ഗൈഡ് ലൈൻസ് നോക്കാം. ഒന്നാമത്തേത് ക്രെഡിറ്റ് കാർഡിൻ്റെ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻ ആണ്. പലപ്പോഴും ഇപ്പോൾ നിലവിൽ പല ക്രെഡിറ്റ് കാർഡുകളും ആക്റ്റീവായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ച് കാർഡ് ഉപയോഗിക്കാതെ വെക്കും. കാരണം നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആക്റ്റീവ് ആകൂ എന്ന് കരുതും. പക്ഷേ ചില കാർഡുകളൊക്കെ അത് ആക്റ്റീവായിട്ടായിരിക്കും വരുന്നത്. ഓൾറെഡി ജോയിനിങ് ഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും, നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അത് ബില്ല് ജനറേറ്റ് ആയിട്ട് ഡ്യൂ ആയിട്ട് അത് വലിയ എമൗണ്ട് ആയിട്ട് മാറും. നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈലും ഡ്യൂ മാർക്ക് വീഴും. അങ്ങനെ പറ്റിയ നിരവധി ആളുകളുണ്ട്. പല കാർഡും അത് ആക്റ്റീവായിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ RBI ഗൈഡ് ലൈൻ അനുസരിച്ച് അങ്ങനെ കാർഡൊന്നും ആക്റ്റീവായിട്ട് വരാനായിട്ട് പാടില്ല. കാർഡ് കിട്ടി, യൂസറിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ കാർഡ് ആക്റ്റീവായിട്ട് ചെയ്ത് നൽകാവൂ. അതായത് കാർഡ് റിസീവ് ചെയ്തു, യൂസറിൻ്റെ ഒരു ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു അനുവാദം കിട്ടി, അത് OTP ആകാം, അങ്ങനെ ഒരു അനുവാദം കിട്ടിയാൽ മാത്രമേ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് നൽകാവൂ എന്നാണ് RBI ഗൈഡ് ലൈൻ. മറ്റൊന്ന് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസുമായി ബന്ധപ്പെട്ടുള്ള റൂളിലാണ്. ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് തോന്നുന്ന പോലെ കസ്റ്റമർക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് നൽകാനായിട്ട് പാടില്ല. അതും കസ്റ്റമറിന് അനുവാദം കിട്ടിയാൽ മാത്രമേ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കാവൂ. അതായത് ഇപ്പോൾ ഇങ്ങനെ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ ഉണ്ടെന്ന് കസ്റ്റമറിനെ അറിയിക്കുക. കസ്റ്റമർ ആ ലിമിറ്റ് കൂട്ടാനായിട്ട് സമ്മതം പ്രകടിപ്പിച്ചു, അവരൊരു കൺസേൺ നൽകണം. OTP വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് നൽകാവൂ. അല്ലാതെ കമ്പനികളുടെ ഇഷ്ടാനുസരണം കസ്റ്റമർക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് നൽകാനായിട്ട് പാടില്ല. പിന്നെ നെക്സ്റ്റ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസിൻ്റെ കാര്യത്തിലാണ്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് പ്രോപ്പർ ഒരു സ്ട്രക്ചറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അത് നമ്മൾ റീപേ ചെയ്യാനുള്ള ഓവർ ഡ്യൂ എമൗണ്ടിന് ആനുപാതിക
ആനുപാതികമായിട്ടായിരിക്കണം ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരേണ്ടത്. ഒരിക്കൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് എടുത്തു, ആ ലേറ്റ് പേയ്മെൻറ്റ് ഫീസിന് പുറത്ത് വീണ്ടും കോമ്പൗണ്ട് ചെയ്ത് ഫൈനാൻസ് ചാർജ് എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ കാര്യത്തിലാണ്. ബില്ലിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ പലപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബില്ല് കണ്ടാൽ പലർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. അത് മാറിയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലിലെ ഇൻഫർമേഷൻസ് വ്യക്തമായിട്ട് കൊടുക്കണം. അത് പ്രത്യേകിച്ച് പലിശയുടെ കാര്യം, പലിശയെപ്പറ്റി ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് അവെയർ ആയിരിക്കണം. എന്താണ് ആനുവൽ പേഴ്സൻറ്റേജ് റേറ്റ്, അത് കസ്റ്റമർ അതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അൺഫെയർ ആയിട്ട് പലിശ കോമ്പൗണ്ട് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ് ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ക്ലോസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തത് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരാനായിട്ട് പാടില്ല. ടൈം ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസിങ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് നൽകണം. അതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ പെനാൽറ്റി ചാർജ് കസ്റ്റമറിന് കിട്ടുന്ന രീതിയിൽ അത് മാറണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആനുവൽ ഫീസൊക്കെ ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ആ ഒരു മാസങ്ങളിലെ ഫീസ് മാത്രം കൊടുത്താൽ മതിയാകും. ബാക്കി ആ പെൻഡിങ് ഉള്ള നമ്മൾ ഓൾറെഡി പേ ചെയ്ത മാസങ്ങളിലെ ആനുവൽ ചാർജ് നമുക്ക് റീഫണ്ട് ചെയ്ത് നൽകുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റം മാറണമെന്നൊക്കെയാണ് ഗൈഡ് ലൈനിൽ പറയുന്നത്. സോ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലും നമുക്ക് വരും മാസങ്ങളിൽ വരും. അപ്പോൾ അതൊക്കെ വന്ന് കഴിയുവാൻ നേരത്തെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ആ ഒരു കാർഡിൻ്റെ ചാർജസ്, എന്തെങ്കിലും ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് എടുത്തത്, അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് മാറും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പലർക്കും അവരുടെ കാർഡിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ പുതിയൊരു ഈ പറഞ്ഞ റൂളും കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുമ്പോൾ കസ്റ്റമർ അതിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവെയർ ആയിരിക്കണമെന്നാണ്. സോ അങ്ങനെ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവെയർ ആയിരിക്കും കസ്റ്റമർ അവരുപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജുകളെ പറ്റി. ഈ മാറ്റങ്ങളെല്ലാം തന്നെ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.